Hi dears, how are you? Today we are going to discussing about our third unit, second chapter summary. Our chapter name is I Am a Wheelchair, written by Sarah Ismail. Okay, now let us start our summary. The lesson I Am a Wheelchair is written as an autobiographical story told by a wheelchair. ഐ ആം എ വീൽചെയർ എന്ന ഈ ഒരു ചാപ്റ്റർ ഒരു വീൽചെയറിൻ്റെ ആത്മകഥാരൂപത്തിൽ എഴുതിയതാണ്. ദ വീൽചെയർ ഇൻട്രൊഡ്യൂസസ് ഇറ്റ്സെൽഫ് ആൻഡ് ഡിസ്ക്രൈബ് ഇറ്റ്സ് ലൈഫ് ആൻഡ് എക്സ്പീരിയൻസസ്. വീൽചെയർ തന്നെ എന്താണ് അല്ലേ, തൻ്റെ ആ ഒരു ലൈഫ് പരിചയപ്പെടുത്തി തരികയാണ് അല്ലേ നമുക്ക്. ഇറ്റ് ഹെൽപ്സ് പീപ്പിൾ ഹു കനോട്ട് വോക്ക്, എസ്പെഷ്യലി ചിൽഡ്രൻ ആൻഡ് ദ എൽഡർലി. നടക്കാൻ കഴിയാത്തവരെ, അതായത് ഈ കുട്ടികൾ ഉണ്ടാവുമല്ലോ, പിന്നെ അതുപോലെ ഈ എൽഡർലി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ, വയോധികർ, അതായത് ഓൾഡ് ഏജേഴ്സ്, അവരൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൻ്റെ ആ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ, അതിൻ്റെ ആ ഒരു ജോലി. ഓക്കെ. ദ വീൽ ചെയർ ഫീൽസ് ഹാപ്പി വെൻ ഇറ്റ്സ് ക്യാൻ ഹെൽപ്പ് സംവൺ മൂവ് ഫ്രീലി ആൻഡ് ലിവ് കംഫർട്ടബിളി. ആർക്കെങ്കിലും അതായത് ഫ്രീ ആയി മൂവ് ചെയ്യണമെങ്കിൽ, സഞ്ചരിക്കാൻ അത് ഹെൽപ്പ് ചെയ്യുമ്പോൾ അല്ലേ, ആ വീൽ ചെയറിന് വളരെ ഹാപ്പി, ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുകയാണ് അല്ലേ, അനുഭവപ്പെടുകയാണ്. ദെൻ it also expresses sadness when people neglect or damage it. അപ്പം അതുപോലെ തന്നെ എന്നാൽ ചിലർ അത് അവഗണിക്കും അല്ലേ, ഈ ഒരു വീൽ ചെയറിനെ, അല്ലെങ്കിൽ അത് പിന്നെ അതിനെ ഡാമേജ് ചെയ്യുക, അതായത് അതിനെ കേടുപാട് സംഭവിക്കുമ്പോൾ, നശിക്കുമ്പോഴൊക്കെ വീൽ ചെയർ എന്താവുകയാണ്, ഭയങ്കര സാഡാവുകയാണ് അല്ലേ, ദുഃഖിതനാവുകയാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. Through the story, the author reminds us to be kind, thankful, and respectful to things and people who help us. What is the meaning? ഈ സ്റ്റോറിയിലൂടെ നമുക്ക് സ്റ്റഡി ചെയ്യാൻ കഴിയുന്നത് എന്താണ്? നമ്മളെ സഹായിക്കുന്നവരോട് അല്ലേ, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നവരോട്, പിന്നെ അതുപോലെ നമ്മളെ ഈ ഒരു ഉപകരണങ്ങളൊക്കെ ഉണ്ടാവില്ല, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഉതകുന്ന ടൈപ്പിലുള്ള ഇങ്ങനെയുള്ള ഉപകരണങ്ങളോട്, അതായത് വീൽ ചെയറാണ് ഇവിടെ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്ന ഉപകരണം. അപ്പം അങ്ങനെയുള്ളതിനോടൊക്കെ നമ്മൾ നന്ദിയും കരുണയും കാണിക്കണം എന്നതാണ് അല്ലേ. ദ ലെസൺ ടീച്ച് എമ്പതി, ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ദ വാല്യൂ ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്. ഇത് അതുപോലെ കരുണ, കടപ്പാട്, സഹാനുഭൂതി തുടങ്ങിയ ഓരോ മൂല്യങ്ങളുണ്ടല്ലോ, അതൊക്കെ പഠിപ്പിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അല്ലേ, ഒരു മനോഹരമായ ഒരു പാഠഭാഗമാണ്, ഒരു ലെസണാണ് ഈ ഒരു വീൽ ചെയർ എന്നത്. ഓക്കെ, താങ്ക് യു ഡിയേഴ്സ്.